ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് മാർച്ച് 23 കൃത്യം 7:30 കേട്ടോ. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഡൻ ഗാർഡൻസിലാണ്. നമ്മുടെ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഏഡൻ ഗാർഡൻസിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതുകൂടാതെ ഈ ഒരു പിച്ചിനെ പറ്റിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം. അതുകൂടാതെ പിച്ച് റിപ്പോർട്ടും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റിയും അതൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്ലോ സൈഡുള്ള ഒരു പിച്ചാണ്. സ്പിന്നേഴ്സിന് നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഫാസ്റ്റ് ബോളേഴ്സിന് അഡ്വാൻറ്റേജ് ഇല്ല എന്നല്ല, കൂടുതൽ അഡ്വാൻറ്റേജ് സ്പിന്നേഴ്സിനാണ്. അതുകൂടാതെ ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് സ്പിൻ ബോളിംഗ് നല്ല കാര്യമാണ്. പെട്ടെന്ന് ഒരുപാട് വിക്കറ്റ്സ് വീഴും. അതൊക്കെ കാര്യമുള്ള കാര്യമൊക്കെയാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഒരു ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഏഡൻ ഗാർഡൻസിനെ പറ്റി പറയുമ്പോൾ 86 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 86 മത്സരത്തിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 35 മത്സരവും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 51 മത്സരങ്ങളുമാണ്. കൂടുതലും വിൻ ചെയ്യുന്നത് സെക്കൻഡ് ബാറ്റിംഗ് ആണ്. സോ സെക്കൻഡ് ബാറ്റിംഗ് ടീമിന് മാക്സിമം സപ്പോർട്ട് ഇട്ട് കൊടുക്കുക, അത്രേ പറയാനുള്ളൂ. അതുകൂടാതെ നമുക്ക് ഇവിടെ ഹയസ്റ്റ് സ്കോറൊക്കെ നോക്കുന്ന സമയത്ത് 235-ന് 4 വിക്കറ്റ്സ്. അത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലായിരുന്നു. അതുപോലെ തന്നെ ലോവസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 49 റൺസിന് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ RCB ഓൾ ഔട്ട് ആയതായിരുന്നു ഇൻ 2017 അഗെയിൻസ്റ്റ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഹയസ്റ്റ് റൺസ് ചേസിംഗ് റൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് 188 റൺസായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2017 എടുത്ത റെക്കോർഡാണ്. അതുകൂടാതെ 188 റൺസിന് 4 വിക്കറ്റിന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്തയെ എതിരെ തോൽപ്പിച്ചിട്ടുണ്ട് 2016. അതുകൂടാതെ ലോവസ്റ്റ് സ്കോർ എന്ന് പറയുമ്പോൾ 138 റൺസിന് ഓൾ ഔട്ട് ആയിട്ട് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ തമ്മിൽ കളിക്കുമ്പോൾ. അതുകൂടാതെ ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 164 റൺസാണ്, 164 റൺസാണ്. അതുപോലെ തന്നെ ആവറേജ് സെക്കൻഡ് ഇന്നിംഗ്സ് സ്കോർ എന്ന് പറയുന്നത് 150 റൺസാണ്. ഫസ്റ്റ് ഇന്നിംഗ്സ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ വരുന്നത്, ബട്ട് സെക്കൻഡ് ബാറ്റിംഗ് ആണ് ഇവിടെ വിൻ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ നോക്കുന്ന സമയത്ത് രാജിത് പടിദാർ RCB പ്ലെയർ ആണ്. 54 ബോളിന് 112 റൺസ് ആയിരുന്നു എടുത്തത് അഗെയിൻസ്റ്റ് LST ആയിട്ട് 2022 ഓക്കെ, അതുപോലെ തന്നെ മോസ്റ്റ് റൺസ് നോക്കുമ്പോൾ ഗൗതം ഗംഭീറൊക്കെ ഓൾ ഔട്ടായി കാലം കഴിഞ്ഞു. അയ്യോ, മോസ്റ്റ് സിക്സസ് നോക്കുന്ന സമയത്ത് നമ്മുടെ ആൻഡ്രെ റസലാണ് അഗെയിൻസ്റ്റ് നമ്മുടെ DCയുടെ കൂടെ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. 72 സിക്സാണ് 31 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് DCയുടെ കൂടെ അദ്ദേഹം ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത്. ഗൗതം ഗംഭീർ അയ്യോ, അത് റെക്കോർഡ്സ് എടുക്കുമ്പോൾ എല്ലാം കൂടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മോസ്റ്റ് 100s നമ്മുടെ വിരാട് കോഹ്ലി, രാജിത് പടിദാർ, അതുപോലെ തന്നെ രോഹിത് ശർമ്മ, ക്രിസ് ഗെയിൽ, മഹേല, ഇവരൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കളിക്കാൻ. ഭഗവാന്, ഈ ഒരു മാച്ചിൽ ആരും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് ബൗളിംഗ് ഫിഗർ സുനിൽ നരേനാണ്. 5 വിക്കറ്റ് എഗെയിൻസ്റ്റ് 5 മത്സരത്തിൽ നിന്ന് 15 വിക്കറ്റ് എഗെയിൻസ്റ്റ് PBKസിൻ്റെ കൂടെ 2012 അദ്ദേഹം എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സുനിൽ നരേനാണ് ഇവിടെ കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത്. 51 മത്സരങ്ങൾ കളിച്ചിട്ട് 61 വിക്കറ്റ്സാണ് എടുത്തിരിക്കുന്നത്. സുനിൽ നരേന് ഈ ഒരു പിച്ചിലൊരു പ്രത്യേക കൈപുണ്യം, നല്ല വിക്കറ്റ്സ് വരാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഔട്ട് ഓഫ് 25 മിനിറ്റ്സ് ആ പ്ലെയർ ഈച്ചസ് ടോട്ടൽ 25 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ഈ 25 മത്സരത്തിൽ 16 മത്സരങ്ങൾ നമ്മുടെ KKR വിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി 9 മത്സരങ്ങളാണ് നമ്മുടെ SRH വിൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ പോസിബിലിറ്റീസ് ആർക്കാണ്? നമ്മുടെ KKRന് തന്നെയാണ്. അപ്പോൾ ഇനി പ്ലേയിങ് 11 കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ടിപ്സ് അല്ല, എൻ്റെ ടീമിൻ്റെ കാര്യം നിങ്ങൾക്ക് ടിപ്സ് തന്നെയാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനെ പറ്റി പറയുന്ന സമയത്ത് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. നമ്മുടെ SP4 Tech എന്നുള്ള ഒഫീഷ്യൽ ഗ്രൂപ്പും അതുപോലെ തന്നെ മെമ്പേഴ്സ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ്, കിഡിലനായിട്ടുള്ള ആപ്ലിക്കേഷൻസാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. നോക്കൂ, ഇവിടെ നമുക്ക് ഡ്രീം ഇലവനിലൊക്കെ നോക്കുകയാണെങ്കിൽ 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വെറും 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 40 രൂപയുടെ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. മെയിൻലി നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു 40 മത്സരം കളിച്ചതിന് ഏകദേശം 400-800 രൂപ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ഡ്രീം ഇലവനിൽ നിന്ന് കുബേരയിലോട്ട് മാറിയ കൊണ്ടല്ല, നിങ്ങളുടെ പ്രോഫിറ്റോ ലാഭമോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. പ്രോഫിറ്റോ നഷ്ടമൊന്നുമല്ല പറയുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഡ്രീം ഇലവൻ കളിക്കുന്നത് നിർത്തി കുബേര ഫാൻറ്റസിയിലോട്ട് മാറിയ കൊണ്ടുള്ള ഒരേ ഒരു ചേഞ്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് കൂടാതെ എനിക്കൊന്നുകൂടെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതേ സമയം ഈ 40 മത്സരം അല്ലെങ്കിൽ 50 മത്സരം കളിച്ചിട്ട് ഈ 50 മത്സരത്തിൽ 5 എണ്ണം വിൻ ചെയ്താൽ കൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ്
അങ്ങനെയല്ല, ഒരു 5 നല്ല ഒരു 10 കളിച്ചിട്ട് 5 വിൻ ചെയ്താൽ കൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ്. കാരണം 4x40 എന്ന് പറയുമ്പോൾ 5x40 എന്ന് പറയുമ്പോൾ 200 രൂപയാണ്. അതായത് കുബേരയിൽ നിന്ന് ഇതിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു 10 മത്സരം കളിച്ച് കഴിഞ്ഞാൽ ഒരു മത്സരം കൂടെ ഇവിടെ കളിക്കാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും. ഒരു 100 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മത്സരം കൂടെ കളിക്കാനുള്ള പൈസ കിട്ടും 5 മത്സരം കളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഡ്രീം ഇലവനിൽ നിന്ന് കുബേരയിലോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അത് കൂടാതെ ഇവിടെ മെയിനായിട്ട് വേറൊരു സംഭവം ഡ്യുവോ എന്ന് പറയും. ഇത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു 5 പ്ലെയേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ്? അപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലാൻ മാക്സ്വെലാണ്. ഓക്കെ, ക്ലാൻ മാക്സ്വെൽ ഞാൻ ഇപ്പോൾ പിക്ക് ചെയ്തു. ക്ലാൻ മാക്സ്വെൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള നമ്മുടെ ഓപ്പോണൻ്റ് വന്ന് വിരാട് കോഹ്ലിയെ പിക്ക് ചെയ്തു. വിരാട് കോഹ്ലി 50 റൺസിന് ഓൾ ഔട്ടായി. അതേസമയം ക്ലാൻ മാക്സ്വെൽ ഒരു 50 റൺസ് അടിച്ച് 2 വിക്കറ്റ്സ് എടുത്തതിന് അദ്ദേഹത്തിനാണ് അവിടെ പോയിന്റ്സ് കൂടുതൽ. സോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് 58 രൂപ ഇട്ട് 100 രൂപ കിട്ടും. ഇപ്പോൾ ഞാൻ ചെറിയൊരു കോൺടെസ്റ്റാണ് എടുത്ത് പറഞ്ഞത്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയുള്ള പ്രൈസാണ് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞത്. ഇല്ല, നിങ്ങൾ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഹൈ എമൗണ്ടിന് വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോൺടെസ്റ്റുകൾ ഇവിടെയുണ്ട്. H2 ഉണ്ട്, H3 ഉണ്ട്, ഏത് വേണേലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് കളിക്കാം. അത് കൂടാതെ നമുക്ക് വിഷൻ ഇലവനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ കിടിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെഗാ GL കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ ഇവിടെ ഏകദേശം 260 പരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. അതും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരുന്ന പ്രൈസിന് വെറും 4 രൂപയ്ക്ക് കോൺടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ്. കണ്ടില്ലേ, H2 ആണ്, H3 ആണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിന്നിങ് പോസിബിലിറ്റി കൂടുതലാണ് നമ്മുടെ വിഷൻ ഇലവനൊക്കെ കളിച്ച് കഴിഞ്ഞാൽ. അതുകൂടാതെ നമ്മുടെ സ്പോർട്ടസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ആപ്ലിക്കേഷനെ പറ്റി പറയുമ്പോൾ നമുക്കിവിടെ പോപ്പ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഉണ്ട്. ഇത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുബേരെ കണ്ടില്ല, ആ ഒരു സെയിം മെത്തേഡാണ്. 5 പേരുണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിന്നാവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ 3 ആപ്ലിക്കേഷൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൂടാതെ ഞാൻ ചോയ്സ് ഇലവൻ, ബാറ്റ് ബോൾ ഇലവൻ, ഫാൻറ്റസി അക്കിഡ, SN22 അങ്ങനത്തെ അപ്ലിക്കേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇതിൻ്റെ എല്ലാ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെയുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇനി പ്ലേയിങ് 11 ആരൊക്കെയാണ് നോക്കാം. നമുക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നോക്കുമ്പോൾ ഫിലിപ്പ് സാൾട്ട, കൂടാതെ വെങ്കിടേഷ് അയ്യർ, നിതീഷ് റാണ, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, അതുകൂടാതെ റിങ്കു സിംഗ്, അതുപോലെ ആൻഡ്രെ റസൽ, സുനിൽ നാരായൺ, മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി. ഇത്രയും പേരാണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേയിങ് 11 ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ടീം നോക്കുന്ന സമയത്ത് SRH നോക്കുന്ന സമയത്ത് ട്രേവിസ് ഹെഡ്, അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശർമ്മ, ആദ്യം മാർഗം, രാഹുൽ ത്രിപാഠി, ഹെൻറിച്ച് കളേസൻ, അതുകൂടാതെ നമ്മുടെ അബ്ദുൽ സമദ്, അതുപോലെ തന്നെ ഷഹബാസ് അഹമ്മദ്, അതുകൂടാതെ നമ്മുടെ പാറ്റ് കുമിൻസ് ആണ് ക്യാപ്റ്റൻസി, അതുപോലെ ഭുവനേശ്വർ കുമാർ, മായങ്ക് മാർക്കണ്ടെ, അതുകൂടാതെ ഉമറാൻ മാലിക്. ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ള. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ഡ്രീം ഇലവൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മാച്ച് എടുക്കാം. ഓക്കെ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അപ്പോൾ ഒരു പ്രിവ്യൂ ടീം തന്നെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ കളേസൻ ഈസ് എ ബെറ്റർ ഓപ്ഷൻ. ഗുർബാസ് ഒന്നും കളിക്കുന്നു തോന്നുന്നില്ല. നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ 3 പേര് എടുത്തിട്ടുണ്ട്. ആൻഡ്രെ റസൽ, മാർക്കം, അതുപോലെ തന്നെ ജെയിൻസൺ, അദ്ദേഹം നല്ലൊരു ഓപ്ഷനാണ്. റിങ്കു സിംഗ്, ട്രാവിസ് ഹെഡ്, ശ്രേയസ് അയ്യർ, നിതീഷ് റാണ അറിയത്തില്ല. ഇതൊന്നും നമുക്ക് കൺഫർമേഷൻ വന്നിട്ടില്ല. ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. ആരൊക്കെ കളിക്കും ആരൊക്കെ കളിക്കില്ല എന്നൊന്നും പ്രെഡിക്റ്റബിൾ അല്ല. ഇപ്പോൾ നോക്കുന്ന സമയത്ത് 2 ടീമും അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇവിടെ ഒരു 4 ബാറ്റ്സ്മാൻ, ഒരു വിക്കറ്റ് കീപ്പർ പ്ലസ് ഒരു ബാറ്റിംഗ്, 2 ബൗളേഴ്സ്, 2 ഓൾറൗണ്ടേഴ്സിൽ ബാറ്റ്സ്മാൻമാരുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് 2 ബാറ്റ്സ്മാൻമാരുണ്ട് ഓൾറൗണ്ടേഴ്സിൽ, കൂടാതെ 2 ബാറ്റ്സ്മാൻമാരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈക്വലായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ബൗളിംഗ് നോക്കുന്ന സമയത്ത് പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ 2 ഫാസ്റ്റ് ബൗളേഴ്സ് പ്ലസ് മാർക്കൻ ജെയിൻസും ഒരു ഫാസ്റ്റ് ബൗളറാണ്. ഇവിടെ നോക്കുമ്പോൾ മിച്ചൽ സ്റ്റാർക്കും ആൻഡ്രെ റസലുമാണ് എടുത്തിട്ടുള്ളത്. സുനിൽ നാരായണനും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പിന്നറിനെ ഇൻക്ലൂഡ് ചെയ്യുക, അത് നിങ്ങളുടെ ചോയ്സാണ്. ബട്ട് ഞാൻ ഇങ്ങനെയാണ് ടീം എടുത്തിരിക്കുന്നത്. നാളെ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഏത് പിച്ചാണ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ടീം ഇടാം. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ക്യാപ്റ്റൻസി ആൻഡ്രെ റസലും വൈസ് ക്യാപ്റ്റൻസി നമുക്ക് ജെയിൻസനെയും കൊടുക്കാം. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ക്യാപ്റ്റനും VC ഇരു ടീമുകളിൽ ഓരോരോ ആളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീം ഇതാണ്. അപ്പോൾ ഹെൻറിച്ച് കളേസൻ, ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ്, സുനിൽ നാരായൺ, ആൻഡ്രെ റസൽ, മാർക്കം, അതുകൂടാതെ മാർക്കോ ജെയിൻസൺ, ഭുവനേശ്വർ കുമാർ, മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കുമിൻസ്. ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമായിട്ടോ ഇത്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നമ്മൾ ഇതുവരെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.